പുറത്തൂരിൽ സഹപാഠിയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹപാഠികൾ നടപ്പാക്കുന്ന സ്നേഹവീട് പദ്ധതിക്ക് തുടക്കം. ബന്ധുക്കളെയും നാട്ടുകാരെയും സാക്ഷികളാക്കി സഹപാഠികൾ വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടു. പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1990-91 SSLC ബാച്ച് കൂട്ടായ്മയുടെ വീട് നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. കാവിലക്കാട് മുക്കിലപ്പീടിക ബാങ്ക് റോഡിൽ വിധവയായ സഹപാഠിയുടെ വീട് നിർമ്മാണമാണ് പഠനകാലത്തെ കൂട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. 8 ലക്ഷം രൂപ ചിലവിലാണ് സഹപാഠികൾ വീടൊരുക്കുന്നത്. സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വീട് നിർമ്മിക്കാനാകാത്ത വിഷമവൃത്തത്തിലായിരുന്നു സഹപാഠി. ഭർത്താവ് മരണപ്പെട്ടതിന് പിന്നാലെ പലവിധ അസുഖങ്ങളാലും സാമ്പത്തിക ബാധ്യതകളാലും ബുദ്ധിമുട്ടുന്ന സഹപാഠി അടുത്ത വീട്ടിൽ ജോലിക്ക് പോയാണ് കുടുംബം പോറ്റുന്നത്. അതിനിടെയാണ് സഹപാഠികൾ കൈത്താങ്ങായി എത്തിയിരിക്കുന്നത്. ഈ സംരംഭം മാതൃകാപരമാണെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് പട്ടത അനുഭവിക്കുന്ന സഹോദരങ്ങളെ പരസ്പരം ചേർത്ത് പിടിക്കുക എന്നുള്ളത്. എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെ പോലെ ഒരു ക്ലാസ് മുറിയിൽ ചിരിച്ചു കളിച്ച് വളർന്ന പ്രിയപ്പെട്ട സഹപാഠി ജീവിതത്തിൽ അവരുടെ ദുരിതങ്ങളിൽ, അവരുടെ ആഗ്രഹങ്ങളിൽ അത് നടക്കാതെ വരുമ്പോഴുള്ള വിഷമം മനസ്സിലായിക്കൊണ്ടാണ് എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് അവർക്കൊരു കൂടൊരുക്കുന്നത്. ഏറ്റവും മാതൃകാപരമായുള്ള ഒരു പ്രവർത്തനം. ഇതാണ് നമ്മുടെ മലബാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പല കാര്യങ്ങളിൽ നമ്മളതൊരു കൂട്ടായ്മകൾ കണ്ടതാണ്. അപ്പൊ പുറത്തൂരിൽ തന്നെ പ്രളയകാലത്ത് ഈ കൂട്ടായ്മയുടെ യഥാർത്ഥ രൂപം നമ്മൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമ്മുടെ കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കാൻ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നും മാതൃകയായി തന്നെ പുറത്തൂരിൽ നിൽക്കുന്നുണ്ട്. നാടിന്റെ വികസനത്തിന് സർക്കാർ പദ്ധതികൾ മാത്രം മതിയാകില്ലെന്നും ഇത്തരം ജനകീയ ഇടപെടലുകൾ ആവശ്യമാണെന്നും അധ്യക്ഷത വഹിച്ച ഡോക്ടർ KT ജലീൽ MLA പറഞ്ഞു. ബഹുമാന്യനായ മന്ത്രി അബ്ദുറഹിമാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് 91 ബാച്ചിന്റെ ഒരു മഹാസൽകൃത്യത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ചങ്ങാതിമാർ, കൂട്ടുകാർ, ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ചടങ്ങ്. ഓരോ വിദ്യാലയങ്ങളിലും ഇതുപോലെ ഓരോരോ സമയങ്ങളിൽ പഠിച്ചവർ, അവരിൽ വിജയിച്ചവരുണ്ടാവും, പരാജിതരായവരുണ്ടാകും, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ ക്ലേശിക്കുന്നവരുണ്ടാകും, സമൃദ്ധിയിലൂടെ നടന്നു പോകുന്നവർ, ഐശ്വര്യങ്ങളിലൂടെ വഴി നടത്തപ്പെടുന്നവർ, തങ്ങളുടെ കൂടെ പഠിച്ച പ്രയാസങ്ങൾ, ജീവിത ബുദ്ധിമുട്ടുകൾ ഇവ കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഓരോ ബാച്ച് അടിസ്ഥാനത്തിൽ സൽകൃത്യങ്ങൾക്ക് മുതിർന്നിരുന്നെങ്കിൽ എത്രയോ വീടുകളും എത്രയോ സഹായഹസ്തങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം ഇങ്ങനെയുള്ള സുമനസ്സുകളുടെ രംഗപ്രവേശവും നമ്മളുടെ നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടായ്മയിലെ അംഗങ്ങളായ പുറത്തൂർ പഞ്ചായത്ത് അംഗം ഹുസൈൻ പൂതേരി, തലക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബാനുമോൾ കോട്ടത്തറ എന്നിവരെ ആദരിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷബ്ന കുളങ്ങര വീട്ടിൽ, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്ന ബാനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP പ്രഭാകരൻ, വാർഡ് മെമ്പർ അനിൽ മാസ്റ്റർ, സുദേവൻ മാസ്റ്റർ, കൂട്ടായ്മ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സെക്രട്ടറി മജീദ് ഇല്ലിക്കൽ, ട്രഷറർ TP സ്മിത തുടങ്ങിയവർ സംബന്ധിച്ചു. എഡിറ്റർ ലൈവ്, പുറത്തൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്.
അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.